ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളായ കോൺഗ്രസും ഇടതുപക്ഷവും ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി കേരളത്തിൽ തമ്മിലടിക്കുകയാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ വിലയിരുത്തലല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 5 വർഷം നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നതിന്റെ പ്രവർത്തന വിലയിരുത്തലാകണം ആ തെരഞ്ഞെടുപ്പ്. വികസനം പറയാതെ CAA-യും BJP വിരുദ്ധതയും പറഞ്ഞ് വോട്ട് തേടുന്നത് ശരിയല്ല എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാകണം തെരഞ്ഞെടുപ്പ്, അല്ലാതെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയല്ല വോട്ട് തേടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. EP ജയരാജനും ഞാനും തമ്മിൽ ഡീലുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നുണക്കഥകളാണ് ഇതെല്ലാമെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ആ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടവരെ ഞാൻ കാണാറുണ്ട്. ഭിന്നത പടർത്താനുള്ള ഈ ആശയം അവർക്കിടയിൽ പ്രചരിപ്പിക്കാൻ അനുവദിക്കില്ല. തെലങ്കാനയിൽ ഇത് നടക്കുമായിരിക്കും, ഇവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമയമെടുത്ത് സംസാരിച്ചെങ്കിലും ഈ നുണപ്രചരണം അവരോട് നേരിട്ട് സംവദിച്ച് പൊളിച്ചെടുക്കും. ഇന്റലക്ച്വൽ MP പറയുന്നത് നുണയാണെന്ന് എല്ലാവർക്കും അറിയാം. 15 വർഷം MP എന്ത് ചെയ്തുവെന്നും എല്ലാവർക്കും അറിയാം. അതൊരു മറയാക്കാൻ പോകുന്നുമില്ല. നാഷണൽ ഹൈവേയുടെ ക്രെഡിറ്റ് എടുത്തതാണെങ്കിൽ കുഴപ്പമില്ല, ചന്ദ്രയാന്റെ ക്രെഡിറ്റ് എടുക്കണമായിരിക്കും. എയിംസിനെ പറ്റി 15 വർഷം MP ആയിരുന്ന വ്യക്തിയോടാണ് ചോദിക്കേണ്ടത്. എയിംസ് കേരളത്തിന് ആവശ്യമാണെന്ന് നിങ്ങളെപ്പോലെ എനിക്കും അറിയാം. ഞാൻ MP ആയി മന്ത്രിയായി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എയിംസ് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന ഉറപ്പാണ് നിങ്ങൾക്ക് മുന്നിൽ തരാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തലസ്ഥാനത്തെ പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലായിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റിന് കീഴിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസവുമുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും മുന്നിലേക്ക് വൈകാതെ തന്നെ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായുള്ള രൂപരേഖ വയ്ക്കും. തോറ്റാലും ജയിച്ചാലും അതുപ്രകാരമുള്ള മാറ്റം കൊണ്ടുവരാൻ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.